ഇസ്രായേൽ ഉപരോധത്തെ തുടർന്ന് പട്ടിണി പടർന്നതോടെ ഗാസയിൽ 10 പാലസ്തീൻകാർ കൂടി മരിച്ചു. ഇതോടെ സമീപ ദിവസങ്ങളിൽ വിശന്നു മരിച്ചവരുടെ എണ്ണം 80-ഉം കുട്ടികൾ ഉൾപ്പെടെ 110-മായി. പട്ടിണി മരണം പടരുന്നുവെന്നും അടിയന്തരമായി സഹായം എത്തിക്കണമെന്നും 105 മനുഷ്യാവകാശ ജീവകാരുണ്യ സംഘടനകൾ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സഹായം തടയുന്നത് ഇസ്രായേലാണെന്നും കുറ്റപ്പെടുത്തി. ഇതിനിടെ ഇസ്രായേൽ ബോംബാക്രമണങ്ങളിൽ ഇന്നലെ 21 പാലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. പകുതിയിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ്. ഗാസ സിറ്റിയിൽ 6 കുട്ടികളും 2 സ്ത്രീകളുമടക്കം 12 പേരും, വടക്കൻ ഗാസയിലെ തലാൽ ഹവയിൽ 3 കുട്ടികളും 2 സ്ത്രീകളുമടക്കം 6 പേരുമാണ് കൊല്ലപ്പെട്ടത്. വടക്കൻ ഗാസയിൽ ടെന്റിന് നേരെയുണ്ടായ മറ്റൊരാക്രമണത്തിൽ 3 കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത്. അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഗാസയിലെ അവസാന റിപ്പോർട്ടർ മരിക്കുമെന്ന് പാരീസ് ആസ്ഥാനമായ വാർത്താ ഏജൻസി AFP മുന്നറിയിപ്പ് നൽകി. പുറമേ നിന്നുള്ള മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ വിലക്കിയിട്ടുള്ളതുകൊണ്ട് തന്നെ റോയിട്ടേഴ്സ്, AFP, AP തുടങ്ങിയ രാജ്യാന്തര വാർത്താ ഏജൻസികൾ ആശ്രയിക്കുന്നത് പാലസ്തീൻ മാധ്യമപ്രവർത്തകരെയാണ്. സുരക്ഷാ പ്രശ്നങ്ങൾക്ക് പുറമെ പട്ടിണി കൂടി പടർന്നതോടെ ഗാസയിൽ ശേഷിക്കുന്ന മാധ്യമപ്രവർത്തകരും മരണത്തിന്റെ വക്കിലാണ്.